നേരത്തെ ഒബീസിറ്റിയുടെ എന്തോ ഒബീസിറ്റിയുടെ ഇപ്പം പണ്ടൊക്കെ ഞാൻ ഒബീസ് അല്ല ചോദിച്ചു എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താ സംഭവിച്ചല്ലേ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഒരു നമ്മളുടെ ഒരു കല്യാണ ഫോട്ടോ ഒക്കെ ഒരു 25 കൊല്ലം മുമ്പത്ത് നോക്കിയാൽ എല്ലാവരും മെലിഞ്ഞിട്ടായിരിക്കും. ഇപ്പോഴത്തെ ഒരു കല്യാണ പരിപാടി നോക്കിയാൽ മെലിഞ്ഞ ഒരാളെ കണ്ടുപിടിക്കാൻ കുറെ കഷ്ടപ്പെടും. പെൺകുട്ടി കുറച്ച് 6 മാസത്തെ ഡയറ്റ് ഉണ്ട്, വേറെ ആരും. ഇനി നമ്മളുടെ നെക്സ്റ്റ് ജനറേഷൻ അതുവരെ പിടിച്ചിട്ടില്ല. ഇപ്പോഴത്തെ നെക്സ്റ്റ് ജനറേഷൻ പിള്ളേരെ നോക്കിയാൽ ഇപ്പോൾ US ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നത് ഒബീസിറ്റി എപ്പിഡമിക്കാണ്. തടി ഭയങ്കരമായിട്ട് അടിമിനിച്ച് വരും. കാരണം ആക്ടിവിറ്റീസ് ഇല്ല, സ്മാർട്ട് ഫോണാണ്, ബർഗറാണ് തീറ്റ. വേറെ നമ്മളാണെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് വിത്ത് മയോണൈസ്. അതെ. അപ്പം ഒബീസിറ്റിക്ക് ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ ഇതൊരു ഒരു 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 സൈക്കിളാണ്. ഒരു സെക്കൻഡ്, അവിടെ ഒരു 10-200 ആയിട്ടുള്ള ബുഫേ പുറത്തുണ്ട് കേട്ടോ. പിടിക്കാം തീർത്തിട്ടേ പോവുള്ളൂ. ബുഫേ എല്ലാത്തിലൊന്നും ടച്ച് ചെയ്തിട്ടേ പോവുള്ളൂ. അപ്പോൾ ഈ ഒബീസിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരാൾ തടി കൂടുമ്പോൾ അയാളുടെ ആക്ടിവിറ്റി കുറയും. ആക്ടിവിറ്റി കുറയുമ്പോൾ തടി വീണ്ടും കൂടും. ഇതിന്റെ ഒരു സംഭവം അപ്പോൾ ഇതിങ്ങനെ കാര്യം പറഞ്ഞാൽ, ഞാൻ ഒരു ദിവസം പിന്നെ നമ്മുടെ ഡയറക്ടർ സിദ്ദിഖയുടെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ സിദ്ദിഖ് ആരെയോ കാണുന്നുണ്ട്, എന്തോ സംസാരിക്കുന്നുണ്ട്. ഞാനൊരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. സിദ്ദിഖ് എൻ്റെ അടുത്ത് വന്ന്, അല്ല മുന്നാളെ ആ ഫാനൊന്നും ഇടായിരുന്നില്ല. ഞാൻ സിദ്ദിഖോട് എണീക്കേണ്ട സിദ്ദിഖ്. അല്ല, ഞാനിത് വിചാരിക്കാറുണ്ട്, ഇത്തിരി കരിങ്കല്ല് വീട്ടിൽ പറക്കി വെക്കണം. കാരണം കുട്ടായിട്ടിന് ലൈറ്റ് ഇടുക ഓഫ് ചെയ്യണമെങ്കിൽ ഞാൻ എവിടെ നിന്നാലും എന്നെ ഫോൺ ചെയ്ത് വരും. കുറച്ച് കരിങ്കല്ല് പറക്കി വെച്ചു. എന്നിട്ട് സിദ്ദിഖ് എന്നോട് പറഞ്ഞ കഥയാണ്, പണ്ട് സിനിമയിലുള്ള ആളുകള് ഒരു റൂം ഷെയർ ചെയ്യും അത്ര, 2 പേര് പണ്ടത്തെ കാലത്ത്. അപ്പൊ സിദ്ദിഖ് ലാലിലുള്ള ലാലില്ലേ, അദ്ദേഹവും സൈനുദ്ദീനും കൂടെ ഒരു റൂമിൽ കിടക്കാതെ. സാധാരണ റൂമിൽ ഈ ലൈറ്റിന്റെ സ്വിച്ച് ബെഡിന്റെ തൊട്ടടുത്തുണ്ടാവില്ല ഹോട്ടൽ റൂമിൽ. ഇവർ 2 പേര് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുകയാണ്. ലൈറ്റിന്റെ സ്വിച്ച് ബെഡിന്റെ സൈഡിലില്ല, ഓഫ് ചെയ്യുന്നില്ല, കുറച്ച് ദൂരെയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു, 2 പേര് എഴുന്നേക്കുന്നില്ല. അതായത് സൈനുദ്ദീൻ വിചാരിക്കുന്നത് ലാൽ എഴുന്നേക്കും, ലാൽ എഴുന്നേക്കുന്നത് സൈനുദ്ദീൻ എഴുന്നേക്കുന്നതാണ്. 2 പേര് എഴുന്നേക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ലാല് സൈനുദ്ദീനോട് പറയാം, ഒരു കല്ല് കിട്ടിയിരുന്ന എറിഞ്ഞ് പൊട്ടിക്കായിരുന്നു ലൈറ്റ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കരിങ്കല്ല് കുട്ടായിട്ടിന് പറക്കി വെച്ചു കൊടുക്കാം, ഞാനീ ഓടി വരണ്ടല്ലോ. മടി. അതെ 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 അതെ, കറക്റ്റാണത്. അതെന്താ സംഭവിച്ചാല് അത് അനങ്ങാതായിരിക്കുമ്പോൾ വെയിറ്റ് പിന്നെയും കൂടും. മാത്രല്ല ഇന്നത്തെ ലോകത്ത് അനങ്ങേണ്ട സാഹചര്യം കുറഞ്ഞു. ഫോണിൽ തന്നെ നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ലൈറ്റ് ഓൺ ആവുന്നു, ഫോണിലിരുന്നിട്ട് എല്ലാം ചെയ്യാലോ. ഗൂഗിൾ ഹോം ഒക്കെ വന്ന വേറൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ വീട്ടില് അച്ഛൻ മിൽമയില് പോകേണ്ട ആവശ്യമില്ല, പാലുണ്ട്. അങ്ങനെ എന്തെങ്കിലും പോകണമെങ്കിൽ ഒരു 10 മിനിറ്റ് നടക്കുകയാണ് അച്ഛൻ ചെയ്യുക. ഞാനാണെങ്കിൽ കാർ എടുത്തിട്ട് പോകും. കൾച്ചറേ മാറിയില്ലേ. അച്ഛന് ഡ്രൈവിംഗ് അറിയാത്തോണ്ടോ കാറില്ലാത്തോണ്ടോ അതൊരു സൊല്യൂഷനായിട്ട് കണ്ടുപിടിക്കണം. നമ്മുടെ കുട്ടികളോടാണെങ്കിൽ തന്നെ അടുത്ത കടയിൽ പോയി ഒരു സാധനം വാങ്ങണമെന്ന് പറഞ്ഞാൽ ബൈക്ക് എടുത്തോട്ടെ, കാർ എടുത്തോട്ടെ, നടക്കാൻ വേണ്ടിയാണ്. ആക്റ്റീവയൊക്കെ വന്നതിന് ശേഷം അതിലാണല്ലോ നമ്മളല്ലേ ഒരു ആവറേജ് വർക്ക് ചെയ്യുന്ന, ഇപ്പം നമ്മളെപ്പോലെ അല്ലെങ്കിൽ അല്ല IT ഏത് ഇപ്പം കൂടുതൽ അങ്ങനെയാണല്ലോ. അവർക്ക് അവരുടെ ബോഡി ടെമ്പറേച്ചർ വരെ ഒരു 23 സെറ്റാണ്. ഓഫീസിൽ 23, കാറിൽ 23, അപ്പൊ അവരുടെ ബോഡി ടെമ്പറേച്ചർ 23 സെറ്റാണ്. പുറത്തിനി 30 അല്ല 40 ഡിഗ്രി ആയാലും നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ ബെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ഒബീസിറ്റി ഭയങ്കരമായിട്ട് കൂടി വരിക. അപ്പോൾ അതിന് കുറേ മെഡിസിൻസും റിസർച്ചൊക്കെ US നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ഒബീസായിട്ടുള്ള, അതായത് നമ്മൾ BMI എന്നൊക്കെ പറയും, ഭയങ്കര തടിയുള്ള കൂടുതൽ BMI 35+ BMI അല്ലെങ്കിൽ 40+ BMI ഒക്കെ ആണെങ്കിൽ സർജറിയാണ് പറയുക, ബെറിയാട്രിക് സർജറി എന്ന് പറയും. ബെറിയാട്രിക് പക്ഷേ അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് അസുഖമില്ലാത്ത ഒരാളെ അനസ്തീസിയ കൊടുത്ത് വെന്റിലേറ്റർ കിടത്തി വലിയൊരു സർജറി ചെയ്ത് പുറത്തെത്തിക്കണം. അത് പല ആൾക്കാർക്കും പറ്റില്ല. നമുക്ക് അസുഖത്തിന് തന്നെ സർജറി ചെയ്യാൻ മടിയാണ്. പിന്നെ അസുഖം നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു ഒബീസിറ്റിക്ക് സർജറി ചെയ്യാൻ ആരാ റെഡിയാവുക? ആൾക്കാർ റെഡിയല്ല. അപ്പോൾ സർജറി ഇല്ലാണ്ട് ഇതെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളിടത്താണ് ഈ പ്രൊസീജിയർ. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളുടെ സ്റ്റൊമക്ക് ഉണ്ടല്ലോ, സ്റ്റൊമക്കിൽ നിന്ന് ബ്ലീഡ് ചെയ്തിട്ട് ആൾക്കാർക്ക് രക്തം ചുമച്ച് തുപ്പണ, ഛർദ്ദിച്ച് തുപ്പണ അസുഖങ്ങളുള്ള ആളുകളുണ്ട്.
ഇവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ട്യൂബ് കടത്തിയിട്ട് ഈ സ്റ്റൊമക്കിലേക്കുള്ള രക്തോട്ടം നിർത്തും, ഇഞ്ചക്ഷൻ കൊടുത്ത് നിർത്തും, മറ്റേ എംബളൈസേഷൻ തന്നെ. അപ്പോൾ അതിന് ലെഫ്റ്റ് ഗാസ്ട്രിക് ആർട്ടറി എംബളൈസ്. ഈ കുറേ ആൾക്കാരെ പഠനം നടത്തിയപ്പോൾ സാധാരണ വെയിറ്റുള്ള ആൾക്കാരൊക്കെ ഈ പ്രൊസീജിയർ കഴിഞ്ഞ് ഭയങ്കര മെലിഞ്ഞു പോകും. ഒരു സൈഡ് ഇഫക്റ്റ് ആയിരുന്നു, ഇഫക്റ്റ് അല്ല, സൈഡ് ഇഫക്റ്റ് ആണ്, ഇഫക്റ്റ് അല്ല. അപ്പോൾ ഇവർ നോക്കും ഇതെന്താ ഈ ആൾക്കാർ ഇങ്ങനെ മെലിഞ്ഞു പോകണം, ഭയങ്കര കഷ്ടപ്പാടാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ റിസർച്ച് നടത്തിയിട്ട് നോക്കുമ്പോൾ ഈ സ്റ്റൊമക്കിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്, ഗ്രലിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഹോർമോണിൻ്റെ അളവ് ഭയങ്കരമായിട്ടാണ് കുറയും ഈ എംബളൈസേഷൻ കഴിയുമ്പോൾ. സൈഡ് ഇഫക്റ്റ്, ഇഫക്റ്റ് അല്ല, സൈഡ് ഇഫക്റ്റ്. നോർമൽ വെയിറ്റ് ഉള്ള ഒരാൾക്ക്, ഇപ്പോൾ ഒരു നോർമൽ വെയിറ്റ് ഉള്ള ഒരാൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയാൽ ഹീൽ ബി അപ്സെറ്റ് അല്ലേ. അവർ അപ്സെറ്റായിട്ട് തിരിച്ചു വന്ന് ചോദിക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ ഗ്രലിൻ ഹോർമോൺ കുറഞ്ഞിട്ടാണ് ഈ പ്രശ്നം വരുന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ ഏതോ ഒരാൾക്ക് തോന്നി എന്നാൽ പിന്നെ തടിയുള്ള ആൾക്കാർക്ക് ഇതങ്ങനെ ചെയ്താലോ, ബുദ്ധിമാൻ. അപ്പോൾ എന്താ വെച്ചാൽ തടിയുള്ള ആൾക്കാർക്ക് ഈ ഒരു കൈയിൻ്റെ ഉള്ളിലൂടെ ചെറിയ ട്യൂബ് എടുത്തിട്ട് ഈ സ്റ്റൊമക്കിലേക്കുള്ള ഈ രക്തോട്ടം നിർത്തും, ഹോർമോണിൻ്റെ അളവ് കുറയും, പുള്ളിക്ക് പിന്നെ ഭക്ഷണം കഴിക്കണമെന്നേ താല്പര്യമില്ല, വെയിറ്റ് കുറഞ്ഞു വരുന്നു. ആ സമയം കൊണ്ട് പേഷ്യൻറ്റിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കൂട്ടിക്കൊണ്ടിരുന്നു, അയാളൊരു നോർമൽ ലൈഫ് സ്റ്റൈലിൽ എത്തുന്നു. പിന്നെ ഗ്രലിൻ പതുക്കെ ഒരു കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞ് പിടിപ്പിക്കിയത് വരും. അപ്പോഴേക്കും ഇയാൾ അയാളുടെ നോർമൽ സ്റ്റേജിലേക്ക് നത്തിങ്, ഭയങ്കര ഈസി. സെയിം ഡേ ഫൈബ്രോയിഡിന് പെയിൻ ഉണ്ടാവും. ആ ഫൈബ്രോയിഡ് ചുരുങ്ങുന്ന സമയത്ത് വയറ് വേദനിക്കും. ആ പെയിന് പേഷ്യൻറ്റിന് കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിനെ ഓവർ നൈറ്റ് ഇവിടെ കിടത്തണം. പ്രോസ്റ്റേറ്റിന് പെയിൻ ഇല്ല, അതുകൊണ്ട് അപ്പം തന്നെ വിടും. വെരിക്കോസ് പെയിനും പെയിൻ ഇല്ല, അപ്പം തന്നെ വിടും. ഒബീസിറ്റിക്കും പെയിൻ ഇല്ല, അപ്പം തന്നെ വിടും. ഒരു പേഷ്യൻ്റ് ആയിട്ട് നമുക്ക് തടി കുറയ്ക്കേ അല്ല, ഇത് എക്സ്പെൻസീവ് ആണോ ഈ പ്രോസസ്? നത്തിങ് അല്ല, ഇല്ല. ഒരു നോർമൽ ഒരു മേ ബി അറൗണ്ട് 50,000 ഈ മൊത്തം അത്രേ ഉള്ളൂ. സർജറിക്ക് 3 lakhs ആണ് ഏകദേശം. അതായത് നമ്മളൊരു 200 ബിരിയാണി മേടിക്കുന്ന പൈസ അത്രേ ഉള്ളൂ. ഒക്കെ ബിരിയാണി കണക്കാണല്ലേ. അതെ. അല്ല, അപ്പോൾ ഇത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിപ്പം ഇൻഷുറൻസിൽ കവേർഡ് ആണ്? അൺലൈക്ലി, ചാൻസസ് കുറവാണ്. ബിക്കോസ് ദിസ് ഇസ് എ ന്യൂ പ്രൊസീജിയർ. ചിലപ്പോൾ കിട്ടും, എനിക്ക് അറിഞ്ഞുകൂടാ, കിട്ടാൻ ചാൻസ് ഉണ്ട്. ഐ ഡോണ്ട് നോ. ഫൈബ്രോയിഡൊക്കെ കിട്ടുന്നുണ്ട്, ഫൈബ്രോയിഡ് പ്രോസ്റ്റേറ്റ് ഒക്കെ കിട്ടും, അതൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒബീസിറ്റി കോസ്മെറ്റിക്സിൽ വരുമോ? ഇല്ല, ഇത് നമ്മൾ ഹെൽത്ത്, നമ്മൾ വെച്ചാൽ ഒബീസിറ്റി എംബളൈസേഷനിൽ ഒബീസിറ്റി ഒരാൾ തടി കുറഞ്ഞാൽ അയാളുടെ ഭാവിയിലുള്ള ഡയബറ്റീസ് വരാനുള്ള റിസ്ക് കുറഞ്ഞു, ഷുഗർ വരാനുള്ള, പ്രഷർ വരാനുള്ള റിസ്ക് കുറഞ്ഞു, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് കുറഞ്ഞു, കാലിൻ്റെ മുട്ട് സർജറി ചെയ്യാനുള്ള റിസ്ക് കുറഞ്ഞു, ബാക്ക് പെയിൻ വരാനുള്ള റിസ്ക് കുറഞ്ഞു, ഗോൾഡ് സ്റ്റോൺസ് വരാനുള്ള റിസ്ക് കുറഞ്ഞു. അതായത് ശരിക്കും ഒരാൾ ഒബീസ് ആയിട്ടുള്ള ഒരാളെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്താൽ ഇത് കോസ്റ്റ് ഇഫക്റ്റീവാണ്, അതേപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ആയുസ് ഒരുപാട് കൂടുകയും ചെയ്യും. ആൻഡ് ഇപ്പം ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്താൽ എത്ര ദിവസം കൊണ്ടാണ് ഇത്? ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഫൈബ്രോയിഡ് എടുത്ത് കളയുന്നു, പോസ്റ്ററേറ്റ് എടുത്ത് കളയുന്നു ഒക്കെ ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പേഷ്യൻറ്റ്, അദ്ദേഹം വെയിറ്റ് 126 ആയിരുന്നു. 126 നമ്മൾ പ്രൊസീജിയർ ചെയ്തിട്ട് ഇപ്പം അത് 108 ആയി. അതായത് എത്ര കിലോ കുറഞ്ഞു? 18 കിലോ. 18 കിലോ കുറഞ്ഞത് ഓവർ എ പീരീഡ് ഓഫ് 2.5 മാസം. ഇനിയും കുറച്ചുകൂടി കുറയും. ഭയങ്കര കുറയിലല്ല, ഒരു 10-15% ആണ് കുറയുക. ഒരു 10% കുറഞ്ഞാലും പേഷ്യൻറ്റിൻ്റെ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് മാറും, ഭയങ്കരമായിട്ട് മാറും. നമ്മളൊരു 5% വ്യത്യാസം വന്നാൽ മതി. ആ ഇനീഷ്യൽ പുള്ളാണ്. ഈ പേഷ്യൻ്റ് ഒരു ലോക്കിങ് സിസ്റ്റത്തിലാണ്. അതായത് തടി കൂടുന്നു, നടക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റാതാകുമ്പോൾ വീണ്ടും തടി കൂടുന്നു, പിന്നെയും നടക്കാൻ പറ്റും. ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ലോക്കായി കിടക്കുകയാണ്. ഞാൻ പൊക്കോളും. 50,000 രൂപ തരണ്ട, അപ്പം ഈസിയാണ് പ്രൊസീജിയേഴ്സ്. ടെക്നിക്ക് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തോണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ നിങ്ങളോട് ഉള്ള കാര്യം തുറന്നു പറയാം. പറഞ്ഞോ, വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ, റിയലി വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഒറ്റ കാര്യം പറയാൻ കാരണം, നെറ്റ് എടുക്കുക, ഇന്റർനെറ്റ് എടുത്തിട്ട് ഒബീസിറ്റി എംബളൈസേഷൻ അടിക്കുക. യു വിൽ ഹാവ് ഓൾ ദീസ് ഡാറ്റ. ബിക്കോസ് ഞാൻ ജിമ്മിൽ കൊടുത്ത കാശുണ്ടെങ്കിൽ ഇത് 10 പ്രാവശ്യം ചെയ്യാം. വേറെ കാര്യം കേട്ടോ, നമ്മൾ കോസ്മെറ്റിക് പർപ്പസിന് ചെയ്യുന്നില്ല. BMI 30 and above ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ. 30 വരണമെങ്കിൽ അത് കുഴപ്പമില്ല, ഒരു 10-20 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നല്ലോണം ഭക്ഷണം കഴിച്ചാൽ 30 and above. പിന്നെ മാത്രമല്ല ഇതിന്റെ കൂടെ പേഷ്യന്റിന് എക്സസൈസും
ഫുഡ് കൺട്രോളൊക്കെ നമ്മൾ പറഞ്ഞു ഞാൻ ഫുഡേ ഫുഡിലെന്താ പ്രത്യേകത അറിയാം എന്താ ഈ ശരിക്കും ഇപ്പം നമുക്ക് നല്ല ഒരാളൊരു ബിരിയാണി കഴിക്കുന്ന ഒരാളാണ്, ഒരു ബിരിയാണിയാണ് കഴിക്കുക. അയാളൊരു ഫുൾ ബിരിയാണി കഴിച്ചതിന് ശേഷം ഒരു അടുത്ത ബിരിയാണി കൊണ്ടുവച്ചാൽ അയാളുടെ ഫീലിംഗ് എന്തായിരിക്കും? വേണമെങ്കിൽ ഒന്നിങ്ങനെ കൈ വെക്കണേ വെക്കാം, അത്രയല്ലേ ഉള്ളൂ. ഈ പേഷ്യൻറ്റിൻ്റെ അടുത്ത 6 മാസത്തെ അവസ്ഥ എപ്പോഴും അങ്ങനെ ഇരിക്കും. എപ്പോഴും ഇങ്ങനെ വയറിങ്ങനെ ഫുള്ളായിട്ട് വിശപ്പൊന്നും ഇല്ലാത്ത അവസ്ഥ സെറ്റായിരിക്കും. ഭക്ഷണം കഴിക്കാതിരുന്നത് അസുഖം വരില്ലേ? ഭക്ഷണം കഴിക്കാതിരിക്കല്ല, ഭക്ഷണം ആർത്തി അങ്ങോട്ട് പോകും, ആക്രാന്തം പോകും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ വെയിറ്റ് കൂടുന്നുണ്ട്. ഇപ്പൊ ചിലപ്പോൾ അവർ BMI 30 ഉണ്ടാവില്ല, വെയിറ്റ് കൂടുന്നുണ്ട്, അവർക്ക് വേറെ അസുഖങ്ങളുണ്ടാവും. ഇതിലെന്താ അറിയാം, നമുക്ക് അങ്ങനെയുള്ളവർക്ക് ചെയ്യും ഇല്ല. നമുക്ക് ഓരോ പ്രൊസീജിയറിനും സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് ഉണ്ട്. എൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഫൈബ്രോയിഡ് എംപ്ലൈസേഷനും പറ്റില്ല, വെനാസിലും പറ്റില്ല, ഫൈബ്രോയിഡ് പ്രോസ്റ്റേറ്റും പറ്റില്ല, ഒബീസിറ്റിയും പറ്റില്ല. ഒബീസിറ്റിയിൽ ഇപ്പോൾ ഉള്ള ഇൻ്റർനാഷണൽ ഡാറ്റ 30ൻ്റെ മേലെ BMI ഉള്ളവർക്ക് മാത്രമാണ്. അപ്പോൾ നമ്മളും അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യും. അതല്ലാതെ നമുക്കത് മാറ്റി നമ്മളെ ഇഷ്ടത്തിന് കുറച്ച് കുറവുള്ളതിലൊന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റഡീസ് വരണം, പഠനങ്ങൾ വരണം. ചോറ് എടുക്കട്ടെ. ചോറ് എടുക്കാം. ബുഫേന്ന് എടുത്താലും ഒരു കിലോ ചോറ് തന്നെയല്ലേ ബുഫേയിലുള്ളത്? ധൈര്യത്തിലെടുത്തു. ചോറും ബാക്കിയുള്ള ഇതും കൂടി കുറേശ്ശെ എടുത്താൽ എനിക്ക് ചിക്കൻ എന്നാ പിന്നെ അത് മതി അല്ലേ? എനിക്കും ചിക്കൻ. ആയിക്കോട്ടെ, ഫൈൻ. ഈ ഒബീസിറ്റിയുടെ പ്രോസസ്സ് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാം. ഒറ്റ ദിവസം കൊണ്ട് കേട്ടോ.